ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ഡേ ആണ്. അങ്ങനെ എനിക്കിന്ന് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തോടു കൂടി എൻ്റെ ക്ലാസ് കഴിയുക എന്നല്ല, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് കഴിയുകയാണ്. അങ്ങനെ ഞാൻ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊന്നും ഞാൻ ഇതുവരെ വാങ്ങിയില്ല. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് വട്ടാണോ ഒരു കോഫി കുടിക്കാൻ വേണ്ടി മെട്രോ ഒക്കെ കയറി പോകുന്നതെന്നും. യെസ്, അതെ, എനിക്കിഷ്ടപ്പെട്ട കോഫി ഷോപ്പ് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തില്ല കേട്ടോ. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു മോഡലാണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ മെട്രോയിലാണ് പോയത്. അപ്പോൾ എനിക്ക് ഈ കൊറിയർ വന്നിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ആൾക്കാർ എന്തിനാണ് ഈ എസ്കലേറ്ററിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. സാധാരണ നമ്മുടെ നടത്തം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, ഇത് ഈസി ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ എസ്കലേറ്ററൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ കൊറിയക്കാരെന്ന് പറഞ്ഞാൽ എസ്കലേറ്ററിലും നടന്നേ പോകത്തുള്ളൂ. അപ്പോൾ നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്യത്തില്ല. എസ്കലേറ്ററിൽ കൂടെ അവർ നടന്നു പോവുള്ളൂ. അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ്കലേറ്ററിൽ കൂടെ നടന്നു പോകുന്നതെന്ന്. പിന്നെ അതായത് ഞാൻ വൈകിട്ടാട്ടോ ഇറങ്ങിയത് പുറത്തോട്ട്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നവർ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ലോട്ടെ മോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പല വീഡിയോയിൽ നിങ്ങൾ ഈ മോള് കണ്ടു കാണും. അപ്പം പലർ ലൊട്ട എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ലൊട്ട ഒന്നും അല്ല കേട്ടോ, ലോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കോഫി ഷോപ്പ് ഇവിടെ ഈ ഏരിയയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ തലയൊക്കെ നല്ല വേദനയായിരുന്നു. അപ്പോൾ വിചാരിച്ച എന്തായാലും ഒരു കോഫി കുടിച്ചേക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര സമയം എടുത്താലും ഞാൻ ഇവിടെ വന്നിട്ടേ ഞാൻ കുടിക്കാറുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കാണാം ഇവിടെ നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ എന്താണ് തിരക്കെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്നവരുടെ തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നേരെ വന്ന് കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെല്ലാം ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അവരുടെ സ്കിൻ ടൈപ്പ് ഇതെല്ലാം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അവർക്ക് സ്കിൻ കെയർ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 പേര് ഞാൻ ലാസ്റ്റ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷവും എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ലേറ്റായത് കാരണം അവർക്ക് പകരം ഞാൻ വേറെ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞാൻ നേരെ വന്നു എന്ന് പറഞ്ഞാൽ ഇനി നേരെ ഒരു കോഫി അങ്ങോട്ട് കുടിക്കുക. കോഫി കുടിച്ച് ഉഷാറായതിന് ശേഷം നമുക്ക് നേരെ ഇനി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാം. വേറെ ഒന്നുമില്ല, ഷോപ്പ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ഇതാണ് ഞാൻ വാങ്ങിയ കോഫി കേട്ടോ. ഇത് ഐസ്ക്രീം ലാറ്റെ എന്ന് പറയുന്ന ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നമുക്ക് നേരെ ഇനി ഒലിവ് യങ്ങിലോട്ട് പോകാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒലിവ് യങ്ങിൽ നിന്ന് ചുടുചുടേ ആയിട്ട് സ്കിൻ കെയർ വാങ്ങി കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. നമ്മുടെ സൺസ്ക്രീനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് റിമൂവറും അതൊക്കെ ഞാൻ വാങ്ങി. അതിന് ശേഷം ഞാൻ ലിപ് ടിൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചില ടൈം എൻ്റെ അടുത്ത് മിക്കപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ലിപ് ടിൻ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിപ് ടിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കളർഗ്രാമിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് വാങ്ങിയത്. അതിൻ്റെ നല്ല ഷെയ്ഡ് തന്നെ കേട്ടോ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാസ്ക് ഷീറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാസ്ക് ഷീറ്റാണ് കേട്ടോ ഇത്. നല്ല ഇതാണ് സ്കിന്നിന്, പ്രത്യേകിച്ചും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വേറെ കുറേ ഐറ്റംസൊക്കെ നോക്കി എന്താ വാങ്ങാന്ന്. പിന്നെ ഞാൻ സ്കിൻ കെയറിൻ്റെ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതും എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് സ്കിൻ കെയർ ഐറ്റമാണ് ഞാൻ വാങ്ങിയിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞു നോക്കിയപ്പോൾ കാണാൻ ഞാൻ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 10 പേർക്ക് ഉള്ള ഗിഫ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒരു കോഫി വീണ്ടും കുടിച്ചേക്കാം. ഇവിടെ നിന്ന് കോഫി അല്ല കേട്ടോ, ഞാൻ മാംഗോ സ്മൂത്തി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വാങ്ങിയത്. ഗ്രേപ്പ് ഫ്രൂട്ട് മാംഗോ സ്മൂത്തി. അത് നമ്മൾ ഈ സമ്മർ ടൈമിൽ മാത്രം ഇവിടുത്തെ സ്റ്റാർബക്സിൽ കാണുന്ന
കാണുന്ന ഒരു മെനു ആണ്. സമ്മർ ടൈം കഴിഞ്ഞാൽ ആ മെനു നമുക്ക് കാണാൻ പറ്റത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ സമ്മർ ടൈമിൽ മാക്സിമം ഞാൻ ഈ മെനു ഞാൻ കഴിക്കാറുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ ടംബ്ലർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ലെന്നേ. എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയതാണോ എന്തായാലും കണ്ണുരുട്ടി പേടിപ്പിക്കാനും ഒപ്പമില്ലാത്തത് കാരണം തന്നെ ഞാൻ സമാധാനമായിട്ട് അതിലൊക്കെ ഒന്ന് നോക്കി നിന്നു. ഇനി നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. കാരണം ഞാൻ ഇന്ന് രാവിലെ മാത്രമാണ് ഫുഡ് കഴിച്ചത്. ലഞ്ച് കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സമയം ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. അങ്ങനെ എല്ലാ സാധനവും തൂക്കിക്കൊണ്ട് ഞാൻ നേരെ തൊട്ടടുത്ത് തന്നെ മംസ് ടച്ച് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഞാൻ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹാംബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ സാധനങ്ങളും എല്ലാം കൂടെ തൂക്കിക്കൊണ്ട് ഞാൻ വന്നപ്പോൾ കാണാം എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ലെന്നേ. വിശന്ന് ഞാൻ വീഴാറായി പോയതുപോലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കാം. ഞാൻ ഇവിടെ തന്നെ ഒരു CEO ഉണ്ടായിരുന്നു. അപ്പോൾ കൺവീനിയൻസ് സ്റ്റോർ ആട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെയറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് അവിടെ ഇരുന്ന് കഴിച്ചേക്കാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കഴിച്ചു. നല്ല ചൂടായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ചൂട് കുറവായിരിക്കുമെന്ന്. പക്ഷേ ഇന്ന് നല്ല ചൂടായിരുന്നു. ഇനി നാളെയും മഴ പെയ്യുമെന്നാണ് വെതർ നോക്കിയപ്പോൾ കണ്ടത്. അതുകൊണ്ടായിരിക്കും ഭയങ്കര ചൂടായിരുന്നു. പിന്നെ കൊതുക് അങ്ങനെ ശല്യമില്ലാത്തത് കാരണം എനിക്ക് പുറത്തിരുന്ന് കഴിക്കാൻ പറ്റി. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്മർ ടൈം ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി ബേമി എന്ന് പറയുന്ന ഒരു എന്താ പക്കി പ്രാണി എന്ന് പറയുന്ന ഒരു സാധനം, അതിൻ്റെ ചീവീട് പോലത്തെ ഒരു സൗണ്ടുള്ള ഒരു സാധനത്തിൻ്റെ ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ലെറ്റർ ഞാൻ എഴുതിക്കൊണ്ട് നിൽക്കുവാണ്. എല്ലാം എഴുതി കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ 5 പേർക്കുള്ളത് മാത്രമാണ് എഴുതിയത്. ഇനി 5 പേർക്ക് എഴുതാൻ വേണ്ടിയിട്ട് കിടക്കുന്നു. പിന്നെ അതവിടെ പകുതിയിൽ നിർത്തിയിട്ട് ഞാൻ വിചാരിച്ചു അറേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് പോയി വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ. ഒലിവിയങ്ങിൽ നിന്ന് ഫുൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ സാധാരണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടിയെല്ലാം സെറ്റ് ചെയ്യുന്ന ഒപ്പായാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യമൊന്നും വലുതായിട്ടങ്ങനെ ഒരു എത്തും പിടിയില്ലെന്നേ. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മയാണ് പെട്ടി എല്ലാം റെഡിയാക്കി തരുന്നത്. അത് കാരണം തന്നെ ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുമായിരുന്നു. ഇത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒപ്പ വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഒപ്പ വരുന്നതെന്ന് പറഞ്ഞാൽ രാത്രി 11:30 കഴിയുമ്പോഴാട്ടോ വരുന്നത്. പിന്നെ വന്ന് ഒപ്പ കുളിച്ച് എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്ക് 12 മണി കഴിയും. പിന്നെ ആശാന് നല്ല ഉറക്കം വരും. അപ്പോൾ രാവിലെ 5:30 എണീക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ പെട്ടിയെ സ്നേഹിക്കുന്നതാ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടി തുറന്നപ്പോഴത്തേക്ക് പെട്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീട്ടിലോട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്കിൻ കെയർ ഐറ്റം ആയാലും എന്ത് ഐറ്റം വാങ്ങിയാലും ഞാൻ ഫുള്ള് കവറെല്ലാം കളഞ്ഞ് ആ സാധനം മാത്രം കേട്ടോ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് ആയത് കാരണം തന്നെ നമുക്ക് ആ പാക്കറ്റ് കളയാൻ പറ്റത്തില്ലല്ലോ. ആ പാക്കറ്റോട് കൂടിയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം തന്നെ ഞാൻ പാക്കറ്റ് ഇളകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു. അതേപോലെ തന്നെ ഇത്രയും പാക്കറ്റുകൾ ഇതിൽ ഈ ഒരു പെട്ടിക്കകത്ത് കൊള്ളുമ്പോൾ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ആകപ്പാടെ എനിക്ക് ഒപ്പാക്കും ഞങ്ങൾക്ക് 22 കിലോ കേട്ടോ കൊണ്ടുവരാൻ പറ്റുന്നത് ലഗേജിൽ. അപ്പോൾ ഓൾറെഡി 22 കിലോ ഒരു പെട്ടിയിലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓർഫനേജിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ളതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും ഏകദേശം ഒരു 20 കിലോയ്ക്ക് മുകളിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ പാക്കറ്റോട് കൂടി നമുക്ക് വെക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടിയിൽ കുറേ സ്ഥലം അങ്ങ് പോകുമല്ലോ. പിന്നെ എന്താ പറയുക, ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇടിച്ചൊതുക്കിയൊക്കെ പെട്ടിക്കകത്തോട്ട് കയറ്റാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ കൂടെങ്ങാനും ചളുങ്ങി എന്താ പറയുക ചമ്മിപ്പോയി ചളങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേലു അല്ലു. കാരണം എന്ന് പറഞ്ഞാലും സ്ഥലമില്ലാത്തത് കാരണം ഞാൻ എല്ലാം കൂടെ ഇടിച്ച് എന്താ പറയുക സർക്കാർ ആശുപത്രിയിൽ ആളുകൾ കിടക്കുന്നത് പോലെ എന്നൊക്കെ കളിയാക്കി ഇടയ്ക്ക് എൻ്റെ അനിയത്തി പറയാറുണ്ട്. സെയിം അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാം കൂടെ ഇടിച്ചൊതുക്കിയാണ് കേട്ടോ ഈ പെട്ടിക്കുള്ളിലോട്ട് എല്ലാം കൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തത് സത്യം പറഞ്ഞാൽ. പിന്നെ വരുന്നതിൽ ഭയങ്കര എന്താ പറയുക, നാട്ടിലോട്ട് വരുന്നതിനെക്കുറിച്ച് വലിയ ഒരു ഇതൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. കാരണം ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. എല്ലാം വാങ്ങി ഒറ്റയ്ക്കാണെങ്കിലും എല്ലാം ഞാൻ സെറ്റ് ചെയ്തത് കാരണം തന്നെ ഞാൻ വളരെ വളരെ ഹാപ്പിയിലാണ്. അതുപോലെ തന്നെ എൻ്റെ അനിയത്തി എടുത്തു വേണം പറയാൻ. വേറൊന്നും കൊണ്ടല്ല, അവൾ എന്ന് പറഞ്ഞാൽ കൊറിയൻ സ്നാക്സിൻ്റെയൊക്കെ ഒരു ഭയങ്കര അർത്തിപ്പണ്ടാരമാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കുള്ള ഒന്നും കൊണ്ടുവരണ്ട,
നിൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളതും അതേപോലെ തന്നെ ഓർഫനേജിലെ കുട്ടികൾക്കുള്ളത് മാത്രം കൊണ്ടുവന്ന് അത് കാരണം തന്നെ എനിക്ക് ഇത്തിരി സമാധാനമായി. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ സ്നാക്സ് എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പെട്ടിയിൽ സ്ഥലമില്ലാത്ത കാരണം ഞാൻ അവൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഒരു സാധനവും ഞാൻ കൊണ്ടുപോകുന്നില്ല. ഫുള്ള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഓർഫനേജിലെ കുട്ടികൾക്കും വേണ്ടിയിട്ടാട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൾ പറഞ്ഞ് അവളുടെ മനസ്സ് ഭയങ്കര വലുതാണ്, അതുകൊണ്ട് തന്നെ അവൾ ഇപ്രാവശ്യത്തേക്ക് വിട്ട് തന്നേക്കുവാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അവൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞാൻ ഏകദേശമൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ചു. പിന്നെ ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറത്തോട്ട് വെച്ച് നോക്കി. എങ്ങനെയാണെന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല. എല്ലാം കൂടെ എന്തായാലും നല്ലതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വെച്ച് ഒപ്പം വന്നതിന് ശേഷം ഞങ്ങളിത് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കാണാം 22 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോയും കൂടെ കയറുമായിരുന്നു. അങ്ങനെ പിന്നെ ഒപ്പം പറഞ്ഞു അങ്ങനെ ഒരുപാട് നമ്മൾ ആ വെയിറ്റ് കറക്റ്റാക്കി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൂടുതലായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ പെട്ടിക്കകത്ത് ഇനി ഒന്നും വെക്കേണ്ട, ഓക്കെ എല്ലാം സെറ്റായി, ഇനി നമുക്ക് പോയാൽ മാത്രം മതിയെന്ന്. അങ്ങനെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അതേപോലെ തന്നെ നമ്മുടെ നാട് കാണാൻ വേണ്ടിയിട്ട് ഒപ്പം നല്ല വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ പാക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.